ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ പോയി നോക്കുകയാണ്. ഇത് ഇവിടെ മുറ്റത്തന്നെയുള്ള ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിയ ലീവ്സാണ്. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറച്ച് അധികം സൈസ് ഉണ്ട്. ഇതിനെ ശരിക്കും ഞങ്ങളങ്ങനെ നോക്കലൊന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാലും നല്ലോണം ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിമെന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെക്കലും വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കലൊക്കെ ഉണ്ട്. അങ്ങനെ കാര്യമായിട്ട് എന്തിലേലൊക്കെ ആക്കി കൊണ്ടുവന്ന് വെക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലോണം കെയർ ചെയ്യുമ്പോഴൊക്കെ തീരെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കുറേ വട്ടം അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും കുറച്ച് കഴിഞ്ഞപ്പം വാടി പോവാട്ടോ ചെയ്തേ. അങ്ങനെ പുറത്തുണ്ടാവണ ആ ഒരു ഇതിൽ ഉണ്ടാവണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം മണ്ണിലായതുകൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മണ്ണിലും ഒരു പ്രാവശ്യം മണ്ണിലാക്കിയിട്ടും റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും അത്ര കുറേ കാലമൊന്നും നിന്നിട്ടില്ല കേട്ടോ, വേഗം വാടിപ്പോവാനേ ചെയ്തേ. ഇനി ഒന്നും കൂടെ കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ നോർമൽ സൈസിലുള്ള ലീവ്സ് വരുന്ന ആ ഒരു ടൈപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു ഏപ്രിൽ മന്തിലേക്കുള്ള ബുള്ളറ്റ് ജേണൽ പകുതി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പകുതിയും കൂടെ ബാക്കിയും കൂടെ ചെയ്യാമെന്ന് കരുതി. പകുതിയല്ല, അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. ഹെഡ്ലൈൻസൊക്കെ ഒന്ന് ശരിക്കും കറക്റ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും മായ്ക്കാനുണ്ടെങ്കിൽ മായ്ച്ചിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ചെറിയ പണികളേ ഉള്ളൂ. ഇതിലിപ്പോൾ പുതിയതായിട്ട് ഞാനൊരു കോൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനെ ഒന്ന് എൻ്റെ ജേണലിൽ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അപ്പോൾ അത് തിങ്സ് ഐ ഷുഡ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മന്തിൽ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് ഹാബിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും അങ്ങനെ ഒരു 2 കോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവർക്കും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പോൾ ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഫൈനലായിട്ട് ചെയ്യണ പോലെ കളറും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഡെസ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണുണ്ട്. ജസ്റ്റ് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതിനു വേണ്ടിയാണ്. പിന്നെ സാധാരണ ചെയ്യുന്ന ക്ലീനിങ്, അടിച്ചു വരാ, തുടക്കുക, അങ്ങനത്തെ പണികളൊക്കെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പം എൻ്റെ റൂം മാത്രമല്ലേ ചെയ്യണത് കാണിക്കലുള്ളൂ. പക്ഷെ ഞാൻ അധികവും എല്ലാം ചെയ്യലുണ്ട് കേട്ടോ. അതായത് വീട്ടിലുള്ള ബാക്കിയും ചെയ്യലുണ്ട്, പക്ഷേ കാണിക്കുമ്പം എൻ്റെ റൂം മാത്രം കാണിക്കുന്നേന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ വെള്ളമാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മറന്നു പോകുന്നുണ്ട്. എപ്പോഴും കുപ്പിയിൽ മാത്രമേ വെക്കുള്ളൂ. പിന്നെ ആ ഒരു സമയത്താണ് വെച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വരിക. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ പോയിട്ട് ഫ്രഷ് ആവലും പ്രയറും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തത്. ഇനി കുറച്ച് പോളറോയിഡ്സ് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഒരാൾക്കുള്ളതാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നത് 4 സെറ്റാണുള്ളത്. അപ്പോൾ അത് 4ഉം ഒരു കസ്റ്റമറിനുള്ളത് തന്നെയാണ്. പക്ഷേ ഡിഫറെൻറ്റ് ബോക്സിലാക്കണം, 4 സെറ്റായിട്ട് അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഓരോ ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് കൂടുതലും ഞാൻ ചെയ്യണത് ഈ ഒരു മിനി പോളറോയിഡ്സിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഓഫർ പ്രൈസിനാണ് സെയിൽ ചെയ്യണത്. അതും പിന്നെ എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ അധികം ഇതിന് തന്നെയാണ് കേട്ടോ എനിക്ക് ഓർഡർ കിട്ടണത്. അപ്പോൾ കുറേ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിക്കലില്ല, കാരണം എപ്പോഴും ഇതന്നെയല്ലേ കാണിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് വലിയ വെറൈറ്റി കൊണ്ടുവരാനും പറ്റില്ലല്ലോ, കാരണം ഒരേപോലെ എഡിറ്റ് ചെയ്യുക, ഒരേപോലെ ട്രിം ചെയ്യുക, എല്ലാം സെയിം തന്നെ. ഒരു വെറൈറ്റിക്ക് നമുക്ക് ഷേപ്പ് മാറ്റി കട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും കാണിക്കലില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്.
കുറച്ച് നേരം എടുത്തിട്ട് ഞാനത് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ആക്ച്വലി ചെയ്യണത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, പിന്നെ കുറച്ച് നേരം പ്രെയർ, അതിനുള്ള സമയമൊക്കെ കാണലുണ്ട് കേട്ടോ. അതൊന്നും ഇതിൽ കാണിക്കലില്ല എന്നുള്ളൂ. പിന്നെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം ഇതും നമ്മൾ എന്നൊന്നും ചെയ്യലില്ല കേട്ടോ. ഇപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പിനൊക്കെ ഭയങ്കര കുറവാണെങ്കിൽ സ്നാക്സും സാധനങ്ങളൊക്കെ ഉണ്ടാക്കൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെയും കുറേയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം കുറവാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും കേട്ടോ, ഒരു പുതിക്കൊക്കെ. ഇന്നിപ്പോൾ ഞാൻ ഒരു പോളയാണ് കേട്ടോ ചെയ്യണത്. മാക്രോണിയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്താവുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം തന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും എല്ലാം റെഡിയാക്കി വെക്കണുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഇടുന്ന പൗഡേഴ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും മുളകും പിന്നെ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മക്രോണി ഉണ്ടല്ലോ, അതായാലും മതി. അതാണ് ഒന്നും കൂടെ നല്ലത്, കാരണം അതിൻ്റെ സൈസ് കുറച്ച് ചെറുതല്ലേ. ഇത് ഇപ്പം കുറച്ച് വലിയ സൈസിലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. കാരണം ഇത്രയും സൈസിൻ്റെ ആവശ്യമല്ല, കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണതാവും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഓരോന്നും ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കിയിട്ടുള്ള ഈ ഒരു എണ്ണയിലാണ് കേട്ടോ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണേ. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൽ ഏറ്റവും കൂടുതൽ ടൈം ഫ്ലോപ്പ് ആയിട്ടുള്ളത് ഈ ഒരു പോളയാണ് കേട്ടോ. ഈ പോളയല്ല, സാധാരണ ഉള്ള ഏത് ടൈപ്പ് പോളയാണെങ്കിലും, ഇപ്പം പഴം വെച്ചിട്ടുള്ള കായ്പോളയാണെങ്കിലും അല്ലെങ്കിൽ ഇറാനി പോള, വേറെ എന്ത് ടൈപ്പാണെങ്കിലും പോള ഞാൻ എത്ര ഉണ്ടാക്കിയാലും ശരിയാവില്ല. തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ഷേപ്പൊന്നും കിട്ടൂല കേട്ടോ. എപ്പോഴും സ്പൂൺ എടുത്ത് കോരി തിന്നലാണ്. പക്ഷെ എന്നാലും ഞാൻ പിന്നെ ഉണ്ടാക്കി നോക്കലുണ്ടായിരുന്നു കേട്ടോ, ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിൻ്റെ റീസൺ എനിക്കിപ്പോൾ അടുത്താണ് മനസ്സിലായത്. ഞാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ കുഴപ്പമാണ്. ഞാൻ കുക്കറിൽ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യലുള്ളത്. ശരിക്കും ഇതിലേക്ക് നോൺ സ്റ്റിക്ക് ടൈപ്പ് പാനാണ് കേട്ടോ നല്ലത്. അതിൽ ചെയ്താലേ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. പിന്നെ ഞാൻ അധികവും കുക്കറിലാണ് ചെയ്യലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ആ ഒരു സെയിം റെസിപ്പി യൂസ് ചെയ്തിപ്പം വേറെ പാനിൽ ചെയ്യുമ്പം അത് ശരിയാവണുണ്ട്. പിന്നെ അന്നാണെങ്കിൽ എൻ്റെ അടുത്ത് അതിന് പറ്റിയിട്ടുള്ള പാത്രവും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനത്തെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ കറക്റ്റായത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും റെസിപ്പി ട്രൈ ചെയ്തിട്ട് കുറേ വട്ടം ഫ്ലോപ്പ് ആയതുണ്ടെങ്കിൽ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ കുറച്ച് പൗഡേഴ്സും ചിക്കന് ഫ്രൈ ആക്കിയിട്ടുള്ളതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അതും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും കൂടെയാണ് ഇട്ടിടുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ പാനിൽ എല്ലാം കൂടെ കൊള്ളൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ വേറെ വലിയൊരു പാനിക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയും കൂടെ ചെയ്യണുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ അങ്ങനെ ചെയ്തു പോവാണ്. ഞാനങ്ങനെ എല്ലാത്തിൻ്റെയും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. നമ്മളെ ചാനലൊരു കുക്കിംഗ് ചാനലായിട്ട് മാറുന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ആഡ് ചെയ്യണുള്ളൂ. അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പോളക്കുള്ള മിക്സ് ഒന്ന് തണുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ അതിക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ കുറച്ച് മുട്ട വേണം, ഒരു 5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു മിക്സിക്ക് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പാലും കുറച്ച് കുരുമുളക് പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മൈദയും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. മൈദൻ്റെ അളവ് കൂടി പോകരുത്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത്
നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാനിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം കുറച്ച് ബട്ടറോ എണ്ണ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം താഴെ വേറെ എന്തെങ്കിലും പഴയ തട്ടോ പാത്രമൊക്കെ വെച്ചിട്ട് അതിന് മുകളിലാണ് കേട്ടോ ഇത് വെക്കണേ. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേണം വേവിക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ കറി റെഡി ആയിട്ടുണ്ടേനു. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുള്ള പാത്രം കുറച്ച് കഴുകാണ്ടേനു, അതൊക്കെ കഴുകി വെക്കണം. അങ്ങനെ പോള റെഡി ആയപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആ ഒരു ടോപ്പ് സൈഡും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ, ലൈം അടിക്കാൻ. എന്നൊരു വെറൈറ്റി ലൈമാണ്. പിന്നെ ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നെയാണ് കേട്ടോ അടുക്കളയിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ, അത് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ തിളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് മാത്രം ഒന്ന് നല്ലോണം ജ്യൂസാക്കി എടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും ആ ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും പിന്നെ കുറച്ചും കൂടെ പഞ്ചസാരയും ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം അടിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ മുന്തിരി ജ്യൂസ് ചെയ്യണ അത്രയും തിക്കല്ല, ലൈമല്ലേ, നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് ലൈമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. എന്നാലും മുന്തിരിൻ്റെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ പ്രയറും കുറച്ച് നേരം റെസ്റ്റ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.